വല്ലം പറയാണ്ട പറഞ്ഞു. പിന്നെ ക്യാമറയുടെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ ഒരു ട്രിപ്പ് പോകുന്നു. ഹലോ അമ്മ ഒന്നും പറയണ്ട, അമ്മ പറഞ്ഞോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ എല്ലാം പറയാണ്ട് പറഞ്ഞു. അതല്ല വേണമെന്ന് പിന്നെ പറഞ്ഞു തരാം. അത് കയറട്ടെ, കയറിക്കോ, വണ്ടിക്കകത്ത് കയറിക്കും. വണ്ടിക്കകത്ത് കയറുന്നതൊക്കെ എടുക്കുക. യെസ്. ഫോട്ടോ എടുത്തു. ഇതായാലും ഓരോ പണിയാനുണ്ട് ഇനി. ഇത് ചുമ്മാ ഇത് ഞാൻ തിരിഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ ഇത് ഈ രണ്ട് ക്യാമറയിൽ 360 ആയിട്ട് പിടിക്കുകയും ചെയ്യും. അവന്മാരൊന്നും നോക്കുന്ന അപ്പുറത്തേക്ക് സാധനം കൊണ്ട് വന്നേക്കണം. ടൂറിസ്റ്റാണെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ. നിന്നോ എന്താ സംഭവിക്കണം അറിയാൻ പോലെ. ആൾക്കാരെല്ലാവരും ഇതിങ്ങനെ ഇവിടെ പുറകിൽ ഇങ്ങനെ പിടിപ്പിക്കും. എന്നിട്ട് ചുമ്മാ കൈ മെഷീനാണ്. അപ്പോൾ ഇവിടുത്തെ പിടിപ്പിക്കുന്നതും നടക്കില്ല എന്നാ പറയാം. mountain climb.
ഇച്ചിരി ഒരു 3-4 കൊല്ലം അതിന്റെ മണ്ട വരെ കേറായിരുന്നു. ഇപ്പൊ പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ ഓർക്കുന്നേവം. നിന്റെ എടുക്കണ്ടേ? ബാഗ് എടുത്ത് തന്നിട്ട് കയറിയാൽ ഞാൻ അടുത്തതാട്ടോ ബാഗ് മാറ്റി. ഭാര്യ അങ്ങ് എത്തിയുള്ളൂ. ഇവരെങ്ങാണ്ടൊന്ന് വന്നവരാണ് തോന്നുന്നു. അല്ല അടി ദോരിക്കുന്നു. The ones that are hidden in shady spots. ഫോട്ടോ എന്തൊരു സുഖം. കണ്ണിക്കൂടെ വെള്ളം വരുന്നു. ഒരു ഉണ്ട് കണ്ട അതിനകത്തുണ്ട്, ഇതിനകത്തോട് ഇട്ട് വിടായിരുന്നു. അത് തുടച്ചേരെ തുടക്കണം. അത് പൊടിയുണ്ടത്. അമ്മയുടെ കണ്ണാടിക്ക് കൂളിംഗ് ഗ്ലാസ് ഉണ്ടല്ലോ. മോളൊന്നു തരാം. വേട്ടേ അമ്മ കയറുന്നുണ്ടോ? ചെടിയെല്ലാം ഉണങ്ങി ഒരുമാതിരി. തേയില ഇവിടെ കിടന്നു. നമുക്ക് ഇവിടെ ആടി ചെടികളല്ലേ ഓരോ വീടുകളിലൊക്കെ. പറിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവെത്താ. അവര് ഒരു ചെടിയെ തൊടല്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പന പോലെ അവിടെ നിന്നോ ഒരു മിനിറ്റ്. നീ ഇവിടെ ഉള്ളടത്ത് വരുന്ന അതാ പറയാമെന്നല്ല. ഇന്നിങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. കുഞ്ഞ സ്റ്റാൻഡ് നല്ല ദൂരമായില്ലേ. അറിഞ്ഞു പോയില്ലേ. ഇവിടെ വെച്ചാലും നമ്മളെ കിട്ടേണ്ടതാണ്. മാരിപ്പെട്ട ചെറിയ വീഴ്ചകളൊക്കെ നമ്മൾ സഹിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇതിനെ വാങ്ങിച്ചേക്കുന്നത്. വെള്ളമൊന്നും വേണ്ടല്ലോ. നമ്മൾ ഇവിടെ വന്നിട്ടോ ആ ചെടിയുടെ വേണ്ടൊക്കെ ഇവിടെ വന്നു. ചെടിയോട് വേണ്ടി അതല്ലോ. അവിടെ അല്ല നമ്മളെ പോണ്ടല്ലോ. എനിക്ക് ഭയങ്കര ചിന്തിക്കും. അവരവിടെ നെറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് മേടിപ്പിക്കാൻ അതിലുള്ളപ്പം ഇങ്ങനെയുള്ളപ്പം വരുമ്പം ഇല്ലാത്തവര് വാങ്ങിക്കാം. ഒരു നെറ്റ് വീട്ടിൽ ഇപ്പം അതന്നെ പണ്ട് നമ്മള് പണ്ട് ഞാൻ CD പണിക്ക് പോയപ്പോ ഈച്ച തിന്നാതിരിക്കാൻ വേണ്ടി അതും വെച്ചോണ്ട് ഒരൊറ്റ തുപ്പ് തുപ്പിയോടെയാണ് തുപ്പി ഈച്ച വന്നിരിക്കും ഒറ്റ തുപ്പ്. അതാ മോന്തൊക്കെല്ലാം എടുക്കാൻ നടന്നു പോവല്ലേ. അതിൽ എന്നാ പിന്നെ ഫുഡ് എടുത്തോണ്ടെങ്കിൽ പോകാറില്ല. അവിടെ ഉണ്ട് ടേബിള്. കൊതുകൂടെ വരുന്നു. ചുമക്കണ്ടേന്ന് വിചാരിച്ചാണ്. ഈ ബാഗ് എടുത്തോണ്ട് വന്നപ്പോ അടുത്ത സ്റ്റേഷൻ ഇച്ചിരൂടെ ഒരു 500 മീറ്റർ കീഴത്തെയുള്ള തടുപ്പെടുത്തോണ്ട് നോക്കാം. വരുന്നിടത്ത് പിന്നെ കുറച്ചും കൂടെ വലിയ ഉണ്ടയുണ്ട്.
ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്തൊക്കെ ഒടിയില്ലായിരുന്നു. അതാ ഇത് പോവെന്നിത് ഞാൻ അതിനകത്തുനിന്ന് എടുക്കുക ചുമ്മാ